Good evening, ma'am. Late on fun. പൊക്ക ഇവിടെ ഇരിക്കണ്ട എനിക്ക് ഇതിന്റെ പ്രയർ കേൾക്കാം വാട്ടപ്രയർ എനിക്ക് കേൾക്കാൻ എനിക്ക് നിൽക്കാൻ പറ്റുമോ? പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ. കറക്റ്റ് അത് 8 മണിക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യുന്നു. Good evening, Good all. evening. Good evening, ma'am. Good evening, ma'am. Good evening, Reshma, Geetu. Good evening, ma'am. Good evening, Aifa, Mubina, Sheeta. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, Bhavana. Good evening, ma'am. Good evening, Rakhi. Good evening. Good evening, Anju. Good evening. Good evening, ma'am. Good evening, Reshma. Good evening, miss. Good evening. Good evening, Sharanya. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ആരാ പ്രയർ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ? ബ്ലാക്ക്ബെറീസ് ആണല്ലേ. ഓക്കെ, റെഡി ആണോ? റെഡി അമ്മ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, പ്രയർ കേട്ടോ. ഓക്കെ, പ്രയർ ആണ്. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome. We shall overcome. We shall overcome someday. If we leap in my hand, I do believe we shall overcome someday. Thank you, ma'am. Okay, very good. Blackberries, very good. Okay. അപ്പോ ഇന്നലെ നമ്മള് നിർത്തിയിരുന്നത് ഒരു ടേബിൾ ആയിരുന്നു അല്ലേ? ജോണ്ടിസ് വരെ പറഞ്ഞായിരുന്നു അല്ലെ? അതുവരെയാണോ നിർത്തിയേ? സ്റ്റോപ്പ് ചെയ്തത്? 10 weeks വരെയാണ്. 10 weeks വരെയാണ് അല്ലേ? ഓക്കെ. ഓക്കെ, അഞ്ജു കിഷോർ ഒന്ന് റീഡ് ചെയ്തേ അതിന്റെ താഴെയുള്ളത് 10 weeks കഴിഞ്ഞിട്ടുള്ളത്. അഞ്ജു. യെസ് മാം. ഒന്ന് റീഡ് ചെയ്തേ മോളെ. ഏതാണ്? ഇന്നലെ സ്റ്റോപ്പ് ചെയ്തല്ല, അതിന്റെ ബാക്കിയുള്ളത് കണ്ടിന്യൂഷൻ ആയിട്ടുള്ളത് കേട്ടോ. 10 weeks. 10 weeks അതൊന്ന് വായിക്കേ. ഏജ് 10 weeks. ഓക്കെ, ഏജ് 10 weeks.
second dose, DPT, polio, protects against polio and diphtheria. ഓക്കെ. ഇനി നെക്സ്റ്റ് ആരാ വായിക്കാം? May I? നെക്സ്റ്റ് ഒരു ടേബിൾ ഇപ്പൊ തന്നെ ഫിനിഷ് ചെയ്യാം. 14 വീക്സിൽ നോക്കൂ. അഞ്ജു ഓക്കെ. ഏജ് 14 വീക്സില് 3rd ഡോസ് കേട്ടോ. അപ്പൊ ഞാൻ തന്നെ വായിക്കാം, ഓരോരുത്തരായിട്ട് വിളിച്ച് നേരം പോവണ്ട, പെട്ടെന്ന് തന്നെ വായിക്കാം. ഏജ് 10 വീക്സില് 2nd ഡോസ് കൊടുക്കുന്നുണ്ട് നമ്മള്. DPT, പോളിയോ, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ. പോളിയോയ്ക്കും ഡിഫ്തീരിയയ്ക്കും അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. DPT ആൻഡ് പോളിയോ. നെക്സ്റ്റ് ഏജ് 14 വീക്സ് ആണ്. കുഞ്ഞിന് 14 ആഴ്ച പ്രായമുള്ളപ്പോൾ നമ്മള് 3rd ഡോസ് കൊടുക്കും. DPT, പോളിയോ, മുകളിൽ പറഞ്ഞ ആ ഒരു ഡിസീസിനെ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇനി ഏജ് 9 മന്ത്സില് മീസിൽസിനെതിരായിട്ട് അല്ലെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ് 5ാം പനി. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മള് മീസിൽസിന്റെ വാക്സിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി ഏജ് 15 to 18 മന്ത്സ്, അതായത് കുട്ടിക്ക് 1.5 ഇയർ ആകുമ്പോൾ MMR കൊടുക്കും. അത് ഞാൻ പറഞ്ഞതാണ്, മംസിന്റെ ഒക്കെ ആ ഒരു ഇത് വന്നപ്പോ റുബെല്ലയുടെ ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, MMR കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നോക്കിയേ, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ്, മംസ് ആൻഡ് റുബെല്ല, ഈ 3 ഡിസീസിനെതിരായിട്ടാണ് നമ്മൾ MMR കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 1.5 വയസ്സിനാണ് കുട്ടിക്ക് അത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഏജ് 18 മന്ത്സ്, അതായത് കുട്ടിക്ക് 18 മാസം പ്രായമുള്ളപ്പോൾ വീണ്ടും എന്താ കൊടുക്കുക? DPT കൊടുക്കും, പോളിയോ കൊടുക്കും, പോളിയോ ഡ്രോപ്സ് കൊടുക്കും. ഇത് ബൂസ്റ്റർ ഡോസ് ആയിട്ടാണ് നമ്മള് കുട്ടിക്ക് കൊടുക്കുക. ഇനി ആഫ്റ്റർ 24 മന്ത്സ് കേട്ടോ, അതായത് എത്രയാ അപ്പോ ആഫ്റ്റർ 24 മന്ത്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? കുട്ടിക്ക് വയസ്സ് എത്രയാ? 2 വയസ്സ്. 2 വയസ്സ് അല്ലെ. 2 വയസ്സിന് ശേഷം എന്താ? ടൈഫോയിഡ് കേട്ടോ. പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ടൈഫോയിഡ്. അപ്പൊ ടൈഫോയിഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ടൈഫോയിഡിന്റെ ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഒരു ചാർട്ട് എന്ന് പറയുന്നത്. ഇതെന്തായാലും എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ചാർട്ടാണ് കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായാലും പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും എന്താണ് ഈ ഒരു അവയർനെസ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, പ്രോബ്ലം ഒന്നുമില്ലല്ലോ അല്ലെ? ഇല്ല മാം. ഇല്ല അല്ലേ? ഓക്കെ. അതിന്റെ താഴെ കൊടുത്തേക്കുന്നത് കണ്ടോ നിങ്ങള്? അത് നിങ്ങളൊന്ന് വായിച്ചേ. എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നേ? ഒരാളൊന്ന് പറഞ്ഞേ, താഴെയുള്ള പാരാഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നേ? ആ ടേബിളിന്റെ താഴെ ആര് വായിക്കും? ആരാ റീഡ് ചെയ്യണേ? എന്താ? ടേബിളിന്റെ താഴെയുള്ള പാരാഗ്രാഫ് ആണ് കേട്ടോ. ഞാൻ ഒരാളുടെ പേര് പറയാം, അല്ലെങ്കിൽ ശരിയാവില്ല. ആരിഫ ഒന്ന് വായിച്ചേ. ആരിഫ. റീഡ് ചെയ്യട്ടോ. The teacher should be aware of the common childhood diseases and be careful to notice if any child catches ailment which may be acquired by others. ഇതാക്കണോ, പറയണോ? പറയണം. ഒരു ടീച്ചർ എന്ന് പറയുന്ന കുട്ടികൾക്ക് വരുന്ന രോഗം എന്താന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ മറ്റുള്ളവർന്ന് പകരുന്നുണ്ടാന്നുള്ളതും അവർക്ക് വരുന്നുണ്ടാന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കും, നോട്ടീസ് ചെയ്ത് വെക്കണം. പിന്നെ the teacher's knowledge of healthcare and immunization can help society from dangerous symptoms. അപ്പൊ ടീച്ചർ എന്ന് പറയുന്നത് നോളജ്, ഹെൽത്ത് കെയറും ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടുള്ള ഇത് എന്തായാലും അറിഞ്ഞിരിക്കണം. അത് സൊസൈറ്റിക്ക് ഹെൽപ്പ് ആവും, ഡേഞ്ചറസ് ആവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ കുട്ടിക്കോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒരു സ്കൂളിൽ നിന്നൊരു ടീച്ചർ എന്തെങ്കിലും ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്തിട്ട്
അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരു ടീച്ചർ പറഞ്ഞിട്ട് നിങ്ങൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ ആരുടെങ്കിലും ലൈഫില്? യെസ് മാം. ആ അഞ്ജു ഉണ്ടായിട്ടുണ്ടല്ലേ? ആ ഉണ്ട്. ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററിന്റെ മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ആ. ടീച്ചർ പറഞ്ഞു കുട്ടി ബോർഡിൽ എഴുതുമ്പോ നല്ല അടുത്ത് വന്നിരുന്നിട്ട് എഴുതണമെന്ന്. നല്ലോണം സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ബോർഡിലേക്ക് എഴുതുന്ന സമയത്ത്. നോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്തോ കണ്ണിന് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഒന്ന് കണ്ണ് ഡോക്ടറെ കാണിച്ചോളൂന്ന് പറഞ്ഞു. അപ്പൊ അവര് നോട്ട് എഴുതി തുടങ്ങുമ്പോഴാണല്ലോ അവര് ബോർഡിലേക്ക് നോക്കുമ്പോ കൂടുതലും എഴുതുന്നില്ല, പിന്നെ എഴുതാനായിട്ട് കണ്ണ് നന്നായി ചുളുക്കി പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കണ്ണ് ഡോക്ടറെ കാണിച്ചപ്പോ ആൾക്ക് പവറിന് കുറവുണ്ട്, അകലേക്ക് കാണുന്നില്ല. അപ്പൊ അന്ന് തൊട്ട് നല്ല കട്ടി ഗ്ലാസ് വെച്ചതാണ്. ഇപ്പോഴും ആള് ഡിഗ്രി ഫൈനൽ ഇയർ എത്തി, ഇപ്പോഴും ഗ്ലാസ് ഉണ്ട് കണ്ണില്. അപ്പൊ ടീച്ചർ പറഞ്ഞപ്പോഴാണ് നമ്മളത് നോക്കിയത്, ഡോക്ടറെ കാണിച്ചത്. ഡോക്ടറെ കാണിച്ചത് അല്ലേ? ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇനി അതർ വൺ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇപ്പൊ നിങ്ങളുടെ തന്നെ ആയിരിക്കണം എന്നില്ലേ? ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ മക്കൾക്കോ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ടുണ്ടോ? അവരുടെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. മാം, എന്റെ മോക്ക് ലേണിംഗ് ഡിസേബിലിറ്റിന്റെ പ്രശ്നമുണ്ട്. അംഗനവാടിയിൽ പറഞ്ഞയച്ച സമയത്ത് കുട്ടികളോട് സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞേരം ഇവക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ വരയ്ക്കാൻ തീരെ പറ്റുന്നില്ല. ഇങ്ങനെ നേരെ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത് ഇവക്ക് ചെറിയ പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ അന്ന് മുതൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. ഇപ്പം റെഡിയായി വരുന്നുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞത് കൊണ്ടാണ്, ടീച്ചർക്ക് വേഗം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എന്നെ വിവരം അറിയിച്ച് അപ്പൊ തന്നെ ഞാൻ ആ സമയത്ത് തന്നെ കൊണ്ടുപോയി അതിന്റെ സ്പെഷ്യൽ എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങളും കൊടുത്തല്ലേ? ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഇനി കണ്ടോ, ഇപ്പൊ 2 പേര് പറഞ്ഞു കേട്ടോ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? മോളുടെ സ്കൂളത്തെ ടീച്ചേഴ്സും ഇതുപോലെ എന്തെങ്കിലും ചെറിയ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് വിളിച്ച് ചോദിക്കും. എങ്ങനെ മുമ്പ് ഇപ്പം മോൾക്ക് സ്കൂളിന് കൊറോണക്ക് ശേഷം എപ്പോഴും തലവേദനയാവും ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, സൗണ്ട് കേൾക്കുമ്പം. അപ്പോൾ അവൾക്കാണെങ്കിൽ സ്കൂൾ ഒരു ദിവസം മുടക്കുന്നത് ഇഷ്ടമല്ല. ടീച്ചേഴ്സ് പറയുന്ന വീട്ടിലേക്ക് വിളിച്ച് പറയട്ടെ, എന്നാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവൾ പറയും വേണ്ട, എന്നാൽ റെസ്റ്റ് എടുത്തോ ഓഫീസ് റൂമിൽ പോയിട്ട് പറഞ്ഞാൽ അതും കേൾക്കില്ല. അപ്പോൾ ടീച്ചർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ മോൾക്ക് തലവേദന ഉണ്ട്, അപ്പോൾ ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാൽ മതി, കണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ. അപ്പോൾ ഈ കുറേ ആയിട്ട് കൊറോണയുടെ ടൈമിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് വേറെ സൗണ്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. പിന്നീട് ക്ലാസ്സിൽ പോയപ്പോഴതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ പ്ലെയിൻ ഗ്ലാസ് മേടിച്ചു കൊടുത്തു. കണ്ണിന് പ്രശ്നം. അപ്പോൾ പിന്നെ കുറച്ചങ്ങനെ ശീലമായപ്പം പിന്നെ കുഴപ്പമില്ലാണ്ടായി. ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാനിങ്ങനെ ചോദിക്കണമല്ലേ, വേറെ ആരെങ്കിലും ഉണ്ടോന്ന്. ഇത്രേ ഉള്ളൂ, 3 പേര് പറഞ്ഞിട്ട് ഇപ്പൊ. ഓക്കെ. അപ്പൊ നമുക്ക് ഏറെക്കുറെ മനസ്സിലായല്ലേ? അതായത് കുഞ്ഞുങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ എന്താണ്, മുൻകൂട്ടി അത് നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ടീച്ചേഴ്സ് വഴിയാണ് അല്ലെ? നമ്മൾക്ക് ചിലപ്പോ അധികം ശ്രദ്ധിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. കാരണം വർക്ക് ചെയ്യുന്ന അമ്മമാരുണ്ടാകും, കുഞ്ഞുങ്ങളെ അധികം ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല. ഏത് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അമ്മമാർക്കില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെ? അപ്പൊ കൂടുതലും ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാ? സ്കൂളുകളിൽ തന്നെയാണ് അല്ലെ? രാവിലെ ഒരു 9 മണിക്ക് പോയി കഴിഞ്ഞാല് വൈകുന്നേരം 4 മണി കഴിയുമ്പോഴാണ് അവര് തിരിച്ചു വരിക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം. എത്രയാ മണിക്കൂർ? ഒരു 3-4 മണിക്കൂർ കിട്ടും അല്ലെ? അത് കഴിഞ്ഞാൽ അവര് കിടന്നുറങ്ങും. പിന്നെ പിറ്റേ ദിവസം അവരുടെ റൂട്ടീൻ, പിന്നെ അവർ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെയുള്ളൊരു ഇതാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ കൂടുതൽ സമയവും കുഞ്ഞുങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ടീച്ചേഴ്സിന്റെ കൂടെയാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോ
ഇപ്പൊ എന്താ പറയാ, റെഗുലർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കുട്ടികൾ സ്റ്റുഡൻസ് റെഗുലർ ആയിട്ട് സ്കൂളുകളിൽ വരുന്നുണ്ട്, ക്ലാസ് റൂമിൽ വരുന്നുണ്ട്. അവർക്ക് എന്താണ് ഒരു ടീച്ചർ ഉണ്ടാവും അല്ലെ, എന്തായാലും മെയിൻ ആയിട്ട് ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഒരുവിധം കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ അവർക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അവര് അവരെ മോണിറ്റർ ചെയ്യും അല്ലെ, ഓരോ കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോ പറയുന്നുണ്ട് എല്ലാ ടീച്ചർമാർക്കും കുട്ടികളെ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടില്ല എന്നൊക്കെ, പക്ഷെ അത് തീർത്തും തെറ്റാണ്. അങ്ങനെയല്ല, എല്ലാ കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. കൂടുതൽ ശ്രദ്ധ ചിലപ്പോൾ കൊടുത്തിരിക്കാം, ഒന്നും കൂടി ചില ആക്ടിവേറ്റ് ആയിട്ട്, അതായത് കുറച്ചും കൂടി ആക്ടിവിറ്റി ലെവൽ കൂടിയ കുഞ്ഞുങ്ങളുണ്ട്, കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ കൂടുതലായിട്ട് എന്ത് കൊടുക്കും, ടീച്ചേഴ്സ് കെയർ കൊടുക്കാറുണ്ട്. എന്നാലും മൊത്തത്തിൽ എല്ലാവരെയും കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. നമ്മള് പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവര് നമ്മളോട് ഇങ്ങോട്ട് പറയൂ അല്ലെ. നിങ്ങൾ പോയിട്ടില്ലേ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ? പോയിട്ടില്ലേ നിങ്ങള്? ഇല്ലേ? യെസ് മാം. പോയിട്ടില്ലേ? നമ്മളെക്കാളും കൂടുതൽ ചിലപ്പോ എന്തറിയാൻ പറ്റും, ടീച്ചേഴ്സിന് അറിയാൻ പറ്റില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം? ഇല്ലേ? പറ്റും അല്ലെ. ചിലപ്പോ ടീച്ചർ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയാം നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ ഒരു സ്കില്ലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഒരു കാര്യത്തിൽ വീക്ക് ആണെന്നൊക്കെ അവര് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത് അല്ലെ. അതായത് ടീച്ചേഴ്സിന് സ്പെസിഫിക് ആയിട്ട് എന്തുണ്ട്, ചില സ്കില്ലുകൾ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സ്കൂൾ തലത്തിലും അതുപോലെ സ്റ്റേറ്റ് ലെവലിലും ഒക്കെ സാധാരണ ട്രെയിനിങ്ങും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഗ്രൂം ചെയ്തു വരുന്നത്. ഓരോ കാര്യങ്ങളും സൊസൈറ്റിയുമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരറിയാൻ സാധിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള ബേസിക് ലെവൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സിന് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലെ തന്നെ അതായത് സ്കൂളുകളിലെ ക്യാമ്പുകളും മറ്റും നടത്തുന്നുണ്ട് അല്ലെ. അതായത് നമ്മുടെ ഐ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം, ഐ ഡോക്ടർ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചെവി അല്ലെ, ഇയറിന്റെ പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ആ ഒരു ഇത് നടത്തിയിട്ട് അത് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കുഞ്ഞുങ്ങളുടേതായിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സ്കൂൾ തലത്തിൽ തന്നെ എന്തുണ്ട്, ക്യാമ്പുകളും മറ്റും നടത്തുന്നുണ്ട്. അപ്പൊ ഈ ടീച്ചേഴ്സിന് എന്താ അറിയാൻ പറ്റും, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഇപ്പോ കുഞ്ഞിപ്പോ എഴുതുകയോ റീഡ് ചെയ്യോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഒരാൾ പറഞ്ഞു അതായത് ബോർഡിലൊക്കെ എഴുതുമ്പോ ടീച്ചേഴ്സിന് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും കുട്ടിക്ക് എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്, അല്ലെങ്കിൽ എന്താണ് കുട്ടിക്ക് മര്യാദയ്ക്ക് എഴുതാൻ സാധിക്കാത്തത്, എന്താണ് കുട്ടിക്ക് മര്യാദയ്ക്ക് റീഡ് ചെയ്യാൻ സാധിക്കാത്തതെന്ന് അവർക്ക് തോന്നും. അവർക്കൊരു ഡൗട്ട് തോന്നും, ചിലപ്പോൾ ഒരു ഡൗട്ട് മാത്രമായിരിക്കും. ആ ഡൗട്ട് നമ്മളെ വിളിച്ച് പറയും, നമ്മളോട് പറയും ടീച്ചേഴ്സ്, കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമെന്ന് കാണിച്ചു നോക്കൂ എന്ന് പറയും. അത് മാത്രമല്ല, ഇപ്പൊ കണ്ണിന്റേതായോ അല്ലെങ്കിൽ കണ്ണിന്റെയോ ചെവിയുടെയോ പ്രശ്നം മാത്രമല്ല, കുട്ടിയുടെ ഇപ്പൊ നമ്മുടെ ബോഡിയുടെ സ്കിൻ ഉണ്ടല്ലോ, സ്കിന്നിൽ എന്തെങ്കിലും ഒരു പാട്, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയണ ഒരു കുരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുണങ്ങ് രൂപത്തിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, കുട്ടിയുടെ ഏതെങ്കിലും ഇപ്പോ ഫേസിൽ തന്നെയോ അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലോ അല്ലെങ്കിൽ തൊണ്ടയുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ടീച്ചർ ആയിരിക്കും അത് ആദ്യം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളോടായിട്ട് വിളിച്ച് പറയും, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ഡോക്ടറെ കാണിച്ചു നോക്കൂ എന്ന് പറയും. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ കൊണ്ടുപോകുമ്പോഴായിരിക്കും ഡോക്ടർ പറയണത് ഇന്ന ഡിസീസ് ആണ് അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ചെയ്യൂ, നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അതുവരെ എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ ടീച്ചേഴ്സിനെ കൊണ്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അറിയാനായിട്ട് സാധിക്കും. അവര് സൊസൈറ്റിയിൽ റെസ്പോൺസിബിൾ ആണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തില് അവർക്ക് ബാധിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് വരാവുന്ന രോഗങ്ങളെ മുൻകൂട്ടി കാണുവാനും അത് തിരിച്ചറിയാനും വേണ്ടിയിട്ട് പാരന്റ്സിനെ സഹായിക്കുന്നത് ആര് തന്നെയാണ്, ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബാണ് ടീച്ചറിന്റെ ജോബ് എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. അധികം കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക, കുഞ്ഞുങ്ങളുമായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരുടെ രോഗങ്ങൾ തിരിച്ചറിയുക, അവരുടെ അവരെന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. വേറെ ഒന്നുമില്ല പേടിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരാളെ റീഡ് ചെയ്യണമല്ലോ. നേരത്തെ ആരിഫ് റീഡ് ചെയ്തു, ഇനി ആരാ റീഡ് ചെയ്യാ? മുബീന റീഡ് ചെയ്യാവോ ഒന്ന്? ഹെൽത്ത് ചെക്കപ്പ് കേട്ടോ.
ഹെൽത്ത് ചെക്കപ്പ്. Health checkup. A regular health checkup of the child should be attended and a health record should be maintained. Health examination should include general appearance, body structure, recording of pulse, temperature measurement, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing, mental impartiality, movement of limbs, urine and stool examination, etc. This helps in early detection of defects such as defective vision, dental caries, etc. A health checkup should be the duty of parents as well as the school. Any problem diagnosed or disclosed should be immediately attended to. ഓക്കെ. എന്താ പറയുന്നത് അതിനകത്ത്? എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാവരും ഒന്ന് വായിക്കാം കേട്ടോ. എല്ലാവരും തന്നെ ഇതൊന്ന് വായിക്കുക. വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യാ പറയാ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം മൈൻഡിലൊന്ന് ആദ്യം ഒന്ന് റീഡ് ചെയ്യാ. ഓക്കെ, മുബീനെ ഒന്ന് റീഡ് ചെയ്യാ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. എല്ലാവരും റീഡ് ചെയ്യാ കേട്ടോ. റീഡ് ചെയ്തിട്ട് കാര്യങ്ങള് പറയാം. ഓക്കെ, ഒരു 2 minutes തരാം വായിക്കാനായിട്ട്. ഓക്കെ, വായിച്ചെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ആരാദ്യം പറയാം? എന്താ ഹെൽത്ത് ചെക്കപ്പ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഹെൽത്ത് ചെക്കപ്പ് എടുക്കുന്നത്? എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യോ അല്ലെ? ഓക്കെ, അത് മാത്രമേ ഉള്ളോ? വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാ? പ്രോപ്പർ ആയിട്ട് അവരുടെ ഹൈറ്റും വെയിറ്റ് ഒക്കെ കറക്റ്റ് ഏജിനനുസരിച്ച് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഇല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള മെഷർമെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും വെയിറ്റ് ഒക്കെ ഓക്കെ ആയിട്ട്. പിന്നെ പിന്നെന്തൊക്കെയാ? പിന്നെ വേണ്ടല്ലോ കുറെ പോയിന്റ്സ് പറയില്ലേ? നമുക്ക് അതനുസരിച്ച് സ്കൂളില് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഇരുത്താനും അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. കേൾവി കുറഞ്ഞ കുട്ടികളായാലും കാഴ്ച കുറഞ്ഞ കുട്ടികളായാലും. നിസിയ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഒന്നും കൂടി ഒന്ന് പറയാമോ മോള്? ഒന്നും കൂടി പറയാമോ? കാഴ്ച കുറഞ്ഞ കുട്ടികളോ കേൾവി കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കുട്ടികളെ ഫ്രണ്ടിലിരുത്തി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഇത് കൊടുക്കാൻ പറ്റും. ഓക്കെ, കാഴ്ച കുറഞ്ഞ കുട്ടികളോ അല്ലെങ്കിൽ കേൾവി കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെന്താണ്, അവർക്ക് കുറച്ച് പ്രത്യേക പരിഗണന കൊടുത്തിട്ട് എന്താണ് അവരൊന്ന് ഗ്രോണപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലേക്കൊക്കെ ഒന്ന് ഇരുത്തി അവർക്ക് കൂടുതൽ സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഹെൽത്ത് ചെക്കപ്പ്. പിന്നെ ഇനിയും വേണ്ട ധാരാളം പോയിന്റ്സ് ഉണ്ട് ഹെൽത്ത് ചെക്കപ്പിൽ. കുഞ്ഞുങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് ചെക്കപ്പ്, ഏതൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനകത്ത്? ഇനിയും വേണ്ട ധാരാളം ഉണ്ട്. പല്ലുകളുടെ സംരക്ഷണം, ചെവിക്ക്, ത്രോട്ട്, ടീത്തിന്, പല്ലിനൊക്കെ വേണ്ടി കൂടുതലായിട്ട് ഹെൽത്ത് കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ. പിന്നെ ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി വരുമ്പം കുട്ടികൾക്ക് ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്ന് ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ മുബീന പറഞ്ഞത്. ഹെൽത്ത് റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ വരുമ്പോ എന്താണ് പെട്ടെന്ന് കുട്ടിയെ കൊണ്ടുപോകാനും
എന്താ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിക്കാനൊക്കെ സാധിക്കും കേട്ടോ. ഓക്കെ, മുബീന പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ ഇനി വേറെ ആരെങ്കിലും പറ, ഷെയർ ചെയ്യുന്നോട്. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ 2 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു നിങ്ങൾ തന്നെ അല്ലെ. നിങ്ങളുടെ അടുത്തായിട്ടുള്ള ഐഡിയകൾ ഉണ്ട്, വേറെ എന്തുവാണെങ്കിലും പറയാം, എന്ത് പൊട്ടത്തരായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. മെന്റലി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അത് കുഞ്ഞിനെ തന്നെ കണ്ടുപിടിച്ച് അത് മാറ്റാനായിട്ട് പറ്റും, കുഞ്ഞിലൊക്കെ ആണെങ്കിൽ. അപ്പൊ അതൊക്കെ ഉണ്ടോ അവരുടെ ബിഹേവിയേഴ്സിൽ നിന്നൊക്കെ അത് വെക്കുന്ന ടീച്ചേഴ്സിന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെ. ഓക്കെ, ഇപ്പൊ ഭാവന പറഞ്ഞത് എന്ത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മറ്റുള്ളവർ പറയുന്ന പോയിന്റ്സ് കൂടി നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ കേട്ടോ. ഓക്കെ, നിങ്ങള് ജിഷാമിസ് നിങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ, ഡീറ്റെയിൽ നോട്ടിനെ കുറിച്ചൊക്കെ? പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ വെറുതെ കേട്ട് ഒരു ചെവി കൂടി കേട്ട് മറ്റൊരു ചെവി കൂടി കളയരുത് കേട്ടോ. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. മറ്റുള്ളവർ പറയുന്ന പോയിന്റ്സ് നമ്മളുടെ അടുത്ത് ഇല്ലാത്ത പോയിന്റ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ആദ്യത്തെ പോയിന്റ് ആരാ പറഞ്ഞ? നിസിയ പറഞ്ഞത് അല്ലെ. നിസിയ പറഞ്ഞത് എന്താണ്? കാഴ്ചക്കുറവോ അല്ലെങ്കിൽ കേൾവിക്കുറവോ ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മുബീന പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? മറന്നുവല്ലോ മോളെ, എന്തായിരുന്നു മുബീന പറഞ്ഞേ? ഇങ്ങനെ ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് ഒരു എമർജൻസി. ഹെൽത്ത് റെക്കോർഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചാല് പെട്ടെന്ന് എന്താണ് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഭാവന പറഞ്ഞത് മെന്റലി എന്താ പറയാ വീക്ക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടിസം ബാധിച്ച കുട്ടിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ആ കുട്ടിയുടെ പാരന്റ്സിന് അറിയില്ല എന്ന് വിചാരിക്കുക. എന്താ ഇപ്പോ കുട്ടിക്ക് എന്താണ് ഓട്ടിസം ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം ബിഹേവിയറിലൊക്കെ വ്യത്യാസം ഉണ്ട്. എന്നാലും എന്താണ് വളരെ എന്തോ കുറെ കാലമൊക്കെ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അവർക്കൊക്കെ എന്താണ് അവര് പ്രത്യേകം ആ പാരന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പ്രത്യേകം കുട്ടിക്ക് കെയർ കൊടുക്കും അല്ലെ. അതായത് വളരെയധികം വാത്സല്യത്തോടു കൂടിയും, കാരണം കുറെ വർഷങ്ങളൊക്കെ നീണ്ടിട്ടായിരിക്കും ട്രീറ്റ്മെന്റിലൂടെ കുട്ടി ഉണ്ടായിരിക്കുക. അപ്പൊ പ്രത്യേകം കെയർ കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ എന്താണ് അധികം എന്താണ് എന്താ പറയാ കൂടുതൽ നമ്മൾ വാത്സല്യം കൊടുക്കുമ്പോ എന്താ പ്രശ്നം? അതായത് കൂടുതൽ കുട്ടിയെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ എന്താണ് എന്തെങ്കിലുമൊക്കെ നിസ്സാരമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് നമ്മൾ അധികം ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് ഒറ്റ കുട്ടിയൊക്കെ ആണെങ്കിൽ ആ ഒരു ഇതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മള് ചില കാര്യങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയും, നമ്മൾ അത്ര ഗൗരവമാക്കി എടുക്കില്ല. അപ്പോ ഈ ഒരു സന്ദർഭത്തിൽ അതായത് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുട്ടി എന്താണ് എന്തെങ്കിലും ഡയഗ്നോസിസിനൊക്കെ വിധേയമാക്കി കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക കുട്ടിക്ക് എന്താണ് ഈ ഒരു ഓട്ടിസം ഇതുണ്ടെന്ന് അറിയാം. അപ്പോ അതായത് മെന്റലി ഉള്ള ബിഹേവിയറിൽ കുട്ടിയുടെ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വന്നെന്നിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരിയ സിംറ്റംസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെക്കപ്പിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് നമുക്ക് കുട്ടിയെ നേരത്തെ തന്നെ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റിന് വിധേയനാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഫിറ്റ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ അതുപോലെ സ്കൂളിൽ കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവുമ്പോൾ ടീച്ചേഴ്സ് അതിനനുസരിച്ച് അവർക്ക് ഇതാക്കുന്ന കണ്ടിട്ടുണ്ട്. ഫിറ്റ്സ് നമ്മളൊരു കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചിട്ട് ക്ലാസ്സിൽ. ശരിയാണ്, മുബീന പറഞ്ഞത് ശരിയാണ്. ഫിക്സ് വരുന്ന കുട്ടികൾക്കൊക്കെ പ്രത്യേകം കെയർ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണത്. അവയർനെസ് ഉണ്ട്, അതായത് ടീച്ചേഴ്സിനായാലും പറയാം, പാരന്റ്സ് അവരെ ഇൻഫോം ചെയ്യും ഇങ്ങനെ എന്താണ് കുട്ടിക്ക് ഇത്ര തവണ ഫിക്സ് വന്നിട്ടുണ്ട്, അപ്പോ അങ്ങനെ വരാനുള്ള ചാൻസസ് ഇനിയും ഉണ്ട്. അപ്പൊ അതിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യും അവര് അവയർ കൊടുക്കും അല്ലെ. ആ കുട്ടി പ്രത്യേകിച്ച് കോൺസെൻട്രേഷൻ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനിയുണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും പോയിന്റ്? മാം, യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇതില്ലേ, യൂറിൻ പാസ് ചെയ്യുന്ന പ്രത്യേകിച്ച് ബോയ്സിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ഞാനിപ്പോ ഇന്ന് എന്റെ മോനെ ഹോസ്പിറ്റലിൽ പോയപ്പോ കൂടുതലും ബോയ്സിനാണ് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് ഡോക്ടേഴ്സിനെ കാണാൻ പീഡിയാട്രിക് സർജനെ കാണാൻ വന്നേക്കുമായിരുന്നു. കൂടുതൽ പേര് അതിന് തന്നെ വന്നേക്കുന്നു ബോയ്സിനായിട്ട്. ബോയ്സ് ആണ് കൂടുതൽ അങ്ങനെ യൂറിന്റെ പാസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നം വരുന്നത്. ശരിയാണ്, ആൺകുട്ടികൾ ബോയ്സിൽ പ്രത്യേകിച്ചും ആ ഒരു ഇതിൽ എന്താണ് യൂറിനറി പാസ് ചെയ്യുന്ന സ്ഥലത്ത് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എന്റെ കുട്ടിക്ക് 5 ദിവസം ഉള്ളപ്പോ അതിന് പ്രശ്നത്തിന് സർജറി ചെയ്തതാണ്. 5 ദിവസവും 6 മാസം ഉള്ളപ്പോ യൂറിന്റെ പ്രശ്നം സർജറി ചെയ്താണ് അല്ലെ. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിന് ശേഷം, സർജറിക്ക് ശേഷം എന്തെങ്കിലും പ്രോബ്ലം? ഇല്ല, 5 വയസ്സ് വരെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് കൊണ്ടുപോകണമായിരുന്നു.
സ്കാനിങ് ഒക്കെ ചെയ്യണമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ 9 വയസ്സായി, ഇപ്പൊ അവന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നോ കുട്ടിക്ക് ഉണ്ടായിരുന്നേ? അവന് പ്രഗ്നന്റ് ആയിട്ട് 6 മാസം ഉള്ളപ്പോ യൂറിന്റെ ബ്ലാഡറിൽ എന്തോ ഒരു ഇതുപോലെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ എടുത്തു കളയാനൊക്കെ പറഞ്ഞു, പക്ഷെ ഞങ്ങളന്ന് കേട്ടില്ല, കൊച്ചിനെ വേണ്ടാന്ന് വെക്കാൻ അത് സമ്മതിച്ചില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമൃതയില് കാണിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കൊച്ചു ജനിച്ചു കഴിയുമ്പോ ഓപ്പറേഷൻ എന്തായാലും ചെയ്യരുത്, നോർമൽ ഡെലിവറി തന്നെ ആക്കണോന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയിരുന്ന് നോർമൽ ഡെലിവറി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവന് മൂത്രം ഒഴിക്കണ്ടോന്ന് നോക്കിയിരുന്ന് കുറെ വൈകിയാണ് യൂറിൻ പാസ് ചെയ്തതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ യൂറിൻ ഒഴിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എങ്കിലും 5 ദിവസം കഴിഞ്ഞപ്പോ സർജറി ചെയ്തു. പിന്നെ 10 ദിവസത്തോളം അവിടെ ആശുപത്രി കിടന്ന് അത് കഴിഞ്ഞിട്ടാണ് വന്നേ. പിന്നെ അതിന്റെ ഭാഗമായിട്ട് 6 മാസം കഴിയുമ്പോ ഇത്തിരി കൂടി വളർന്നു കഴിയുമ്പോ ഒരെണ്ണം കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തു. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പൊ ആൺകുട്ടികളുടെ അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കാം. ആൺകുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങളോട്, അല്ലെങ്കിൽ എന്താ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ചെയ്യുക. അതായത് യൂറിൻ പാസ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നീറ്റായിട്ട് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, വാഷ് ചെയ്യാനായിട്ട് അവരോട് പറയാം കേട്ടോ. അല്ലെങ്കിൽ എന്താണ് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകും, അതെന്താണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് ചിലപ്പോ എന്താണ് സർജറി ഒക്കെ പറയാം കേട്ടോ. അപ്പൊ പറഞ്ഞതല്ല, ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. എന്റെ മകന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോഴല്ല, അവനൊരു LKG പഠിക്കുന്ന സമയത്താണ്. ഇപ്പൊ കുഞ്ഞിന് 11 വയസ്സായി. LKG പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എന്താണ് ഒരു ദിവസം രാവിലെ തന്നെ കുട്ടി യൂറിൻ പാസ് ചെയ്യാൻ പോയതാണ്. പക്ഷെ കുട്ടി എന്താ പറയാ ബോധം കെട്ട് വീഴുന്നില്ലെന്നേ ഉള്ളൂ. അത്രയ്ക്കും എന്താണ് പേടിച്ചിട്ടാണ് കുട്ടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഭയങ്കര പെയിൻ ആണ് അമ്മേ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എന്ത് ചെയ്യാ, ഭയങ്കരമായിട്ട് കുട്ടി പേടിച്ചു. അപ്പോ ആ സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി യൂറോളജിസ്റ്റിനെ കാണിച്ചു. കാരണം നമ്മൾ പേടിക്കുമല്ലോ പെട്ടെന്ന്, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ. നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ അല്ലേ? കാരണം നമുക്കറിയാലോ നോർമൽ ആയിട്ട് എങ്ങനെയാണ് യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇതൊക്കെ നമുക്കറിയാലോ. പക്ഷെ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ പേടിക്കുകയാണ്. എന്താണ് കാരണം നമുക്ക് ഇതുവരെ അങ്ങനെയുള്ള ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. ഞങ്ങള് പേടിച്ചു. അപ്പൊ ഞങ്ങൾ ആദ്യം കൊണ്ടുപോയത് പീഡിയാട്രിഷ്യനെയാണ് കൊണ്ടുപോയത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്നെയല്ല കാണിക്കേണ്ടത്, നിങ്ങൾ വേഗം എന്ത് ചെയ്യുക, യൂറോളജിസ്റ്റിനെ പോയി കാണിക്കുക. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള ആൺകുട്ടികളില് പൊതുവെ നോർമൽ എല്ലാ ആൺകുട്ടികളിലും കാണുന്നതാണ്, അതായത് കുഞ്ഞുങ്ങളിൽ കാണുന്നതാണ്. അവരുടെ ഒരു സമയം വരെ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവും. യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. അതുപോലെ കുളിക്കുന്ന സമയത്താണെങ്കിലും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഫംഗസും കാര്യങ്ങളൊക്കെ അവിടെ എന്താ ഉണ്ടാകും. അത് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, അത് കൂടുതൽ ഇതാവും, കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പൊ ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല. സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ആന്റിബയോട്ടിക്സ് നോക്കാം, കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണം. കൂടാതെ കൂടുതൽ മരുന്നുകൾ കൊടുത്തു. പിന്നെന്താ ഡ്രിപ്പ് വഴി കുറെ മെഡിസിൻസ് അപ്ലൈ ചെയ്തു. അങ്ങനെ കുട്ടീനെ ഒരു 7 ദിവസം അവനെ കിടത്തി കഴിഞ്ഞ് ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറഞ്ഞു വന്നു. പിന്നെ അധികം പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൊ യൂറിൻ പാസ് ചെയ്യാനായിട്ട് 2 ദിവസം കുട്ടിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയധികം പെയിൻ ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഒരു കാര്യം നിങ്ങളോട് എക്സ്പീരിയൻസ് ചെയ്താണ് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കില്ലേ ഇനി? കുട്ടികളുടെ അമ്മമാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. ഇടയ്ക്ക് അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഈ ഒരു സ്ലൈഡില് ഹെൽത്ത് ചെക്കപ്പിന്റെ സ്ലൈഡിൽ പറയുന്നേ, അതായത് കുട്ടിയുടെ ആരോഗ്യ, അതായത് ഹെൽത്ത് ചെക്കപ്പ് നമ്മള് കുട്ടിക്ക് റെഗുലർ ആയിട്ട് ചെയ്യണം. അതായത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതിന്റെ ചില കാര്യങ്ങളാണ് ആ ഒരു പാരാഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് നമ്മള് വാക്സിനേഷൻ കൊടുത്തത്, പിന്നെ എന്താണ്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. കാരണം നമ്മുടെ കയ്യിൽ ഒരു കാർഡില്ലേ കുഞ്ഞുങ്ങളുടെ, നിങ്ങൾ ഓർമ്മയില്ലേ, നമുക്കൊരു കാർഡ് തരില്ലേ നമ്മുടെ പ്രഗ്നൻസി ടൈമില് ഹെൽത്തിൽ നിന്ന്. അത് നമ്മൾ എത്ര കാലം വരെ സൂക്ഷിക്കണം? പിള്ളേർക്ക് 15 വയസ്സ് വരെ നമ്മൾ അത്
15 വയസ്സ് വരെ സൂക്ഷിക്കണം അല്ലെ. നമുക്ക് തന്നെ ഇടയ്ക്ക് തോന്നുന്നു കുട്ടിക്ക് കൊടുത്തായിരുന്നോ, ഇഞ്ചക്ഷൻ കുട്ടിക്ക് കൊടുത്തായിരുന്നോ എന്താ. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യും. അപ്പൊ എന്താ അവര് അതിനകത്ത് ടിക്കറ്റ് ഇട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അങ്ങനെ? ഞാൻ നോക്കാറുണ്ട്. ഉണ്ടോ? നോക്കിയിട്ടുണ്ടോ? നമ്മള് നോക്കാറുണ്ട്. കാരണം എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഇനി അത് എന്റെ മോനിപ്പോ 11 വയസ്സായി, 10 വയസ്സിന്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് 15 വയസ്സിന്റെയാണ്. 15 വയസ്സിന്റെ എനിക്ക് തോന്നുന്നു സ്കൂളുകളിൽ നിന്ന് അവൈലബിൾ ആണെന്ന് തോന്നുന്നു അല്ലെ. 15 വയസ്സ് സ്കൂളുകളിൽ കൊടുക്കുന്നു തോന്നുന്നു. നമ്മള് ഹോസ്പിറ്റലിൽ പൊതുവെ പോവാറില്ല, വളരെ ചുരുക്കമാണെന്ന് തോന്നുന്നു പോണത് കേട്ടോ. അപ്പൊ സ്കൂളുകളിൽ 10 വയസ്സിന്റെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരുടെ എന്താ പറയാ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന കാര്യമാണ് കേട്ടോ. അതായത് ആ ഒരു കാർഡ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഒരു ഹെൽത്ത് റെക്കോർഡ് തന്നെയാണ്. കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ വാക്സിൻ ചെയ്തിട്ടുണ്ടോ, നമ്മൾ പ്രഗ്നൻസി ടൈമിൽ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംഭവം അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുകൂടാതെ എന്താ വേറെ കാര്യങ്ങൾ, ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടിയുടെ ജനറൽ അപ്പിയറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുട്ടിയുടെ പൊതുവായിട്ടുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കുട്ടിയുടെ ബോഡി സ്ട്രക്ചർ, ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് കുട്ടിയുടെ ഷേപ്പ് എന്താണ്. അതായത് നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി തരാം കേട്ടോ. ഞാനത് വിട്ടുപോയി ഇത് പറയാനാണ്. അതായത് കുട്ടി ജനിക്കുന്ന സമയം മുതൽ ഒരു 15 വയസ്സാകുന്നത് വരെയുള്ള കുട്ടിയുടെ നോർമൽ വെയിറ്റ് നിങ്ങൾ കണ്ടെത്തി കൊണ്ടുവരിക. ചെയ്തോണ്ട് വരുമോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് എവിടെ നിന്നെങ്കിലും ആ റിസോഴ്സ് കിട്ടും എങ്ങനെയാണെന്ന്. കുട്ടി ജനിക്കുന്ന ടൈം മുതൽ കുട്ടിക്ക് ഒരു 15 വയസ്സാകുന്നത് വരെയുള്ള കുട്ടിയുടെ നോർമൽ വെയിറ്റ് കണ്ടെത്തിക്കൊണ്ടുവരാം കേട്ടോ. അപ്പോ ബോഡി സ്ട്രക്ചർ ആണ് ഇപ്പൊ പറഞ്ഞത്. കുട്ടിയുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പൾസ് റെക്കോർഡിങ് കേട്ടോ, പൾസ് റെക്കോർഡിങ്. പിന്നെ ടെമ്പറേച്ചർ മെഷർമെന്റ്, ഹൈറ്റ്, വെയിറ്റ്. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഓരോ കുട്ടിക്കും എന്താണ് ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ അല്ലെങ്കിൽ അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ എന്ന് നമ്മള് കണ്ടെത്തേണ്ടതുണ്ട് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് കൂടുതലും പുറത്തു നിന്നുള്ള ഫുഡാണ്. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണെന്ന്. അതായത് എന്തെങ്കിലും ഒരു പുറത്തു നിന്നുള്ള, ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറ്റിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളോട്? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ എന്താണ് നമ്മൾ കുഞ്ഞിന് കൊടുക്കുമ്പോൾ എന്താണ് കൂടുതൽ ഫാറ്റ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും എന്താണ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ എന്താണ് ഒഴിവാക്കി കൊടുക്കുക. അവരുടെ നോർമൽ വെയിറ്റിനാണോ അല്ലെങ്കിൽ അവരുടെ ഒരു നോർമൽ വെയിറ്റിലാണോ ഇപ്പൊ നിൽക്കുന്നതെന്നൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ കുട്ടിക്ക് ഇപ്പൊ അത് മാത്രമല്ല, കുട്ടി അമിതമായിട്ട് വണ്ണം വെക്കുവാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടി അമിതമായിട്ട് ക്ഷീണിക്കുവാണെങ്കിലോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് നമുക്കറിയില്ല ചിലപ്പോ എന്താണ് കുട്ടിക്ക് എന്ന് പറഞ്ഞാല് ചിലപ്പോ കുട്ടി അധികം ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല. ചില കുട്ടികൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഭയങ്കര വണ്ണമുള്ള കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ പറയും അല്ലെ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിളിക്കുവരെ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നല്ല, നമ്മൾ കേൾക്കുന്നുണ്ട് അവരെയൊക്കെ വിളിക്കുന്നത് തടിയന്തി അങ്ങനെയൊക്കെ വിളിക്കുന്നവര് കേട്ടിട്ടില്ലേ നിങ്ങള്? കുഞ്ഞുങ്ങളെ തടിയൻ കുട്ടി, തടിയൻ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നതിന്റെ ആണെന്ന് തോന്നുന്നു ഇത്രയും തടി വെക്കുന്നത്. അപ്പൊ അവര് എന്താ പറയും, പാരന്റ്സിന്, അതിന്റെ കുട്ടിയുടെ പാരന്റ്സിനെ കണ്ടാ പറയും കൊച്ചിന് കുറച്ച് ഭക്ഷണം കൊടുക്കും കേട്ടോ. എന്തൊക്കെയാ അവന് കൊടുക്കുന്നത്? ചിക്കനും മട്ടനും ബീഫും ഒക്കെ ആണോ കൊടുക്കുന്നത്? അതൊന്നും കൊടുക്കരുത് കേട്ടോ. കൊച്ചിനെ വല്ല കഞ്ഞി പയറും കൊടുക്കുക, അല്ലെങ്കിൽ പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പാരന്റ്സ് വിചാരിക്കും എന്റെ കുട്ടിക്ക് എന്താ ഞാൻ കൊടുക്കുന്നത് ഇങ്ങനത്തെ ഫുഡാ, അപ്പൊ അതുകൊണ്ടായിരിക്കും തടി വെക്കുന്നത്. അപ്പൊ കൊച്ചിനെ വേണമെങ്കിൽ പെണുങ്ങും, എടാ നീ അധികം തിന്നല്ലേ, നീ ഇങ്ങനെ TV കണ്ടുകൊണ്ട് ചിപ്സ് കഴിക്കല്ലേ, അങ്ങനെ കൊച്ചിനൊക്കെ പെണുങ്ങും. പക്ഷെ കുട്ടി ഇതേം കഴിക്കുന്നൊന്നും ഉണ്ടാവില്ല. അതെന്താ പ്രശ്നം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ഒരു കസിന്റെ കുട്ടിയുണ്ട്. കുട്ടിക്ക് എന്താ പറയാ അധികം, അതായത് കുട്ടിക്ക് ഇപ്പൊ ഒരു 15 വയസ്സെന്തോ ആണ് വെയിറ്റ്, അല്ല വയസ്സ് എന്ന് പറയുന്നത് 15 വയസ്സാണ്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 60 above ഒക്കെ വരുമെന്ന് തോന്നുന്നു. 60 മേലേക്ക് വരും എന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്ന ഒരു ഓവർ വെയിറ്റ് ആണത്. അപ്പോ എന്താ പറയാ ഈ കുട്ടിയുടെ പാരന്റ്സ്, അതായത് ഈ എന്റെ കസിനും അവളുടെ ഹസ്ബൻഡ് പറഞ്ഞു എന്താ പറയാ നീ അധികം ഭക്ഷണമൊന്നും കഴിക്കണ്ട,
അധികം, അതായത് അധികം തിന്നൊന്നും വേണ്ട, എല്ലാവരും കളിയാക്കുന്നത് നിന്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്താണ് നിന്നെ കളിയാക്കുന്നില്ല, ഇതിനൊക്കെ ഇപ്പൊ ഷെയിം ആവുന്നില്ല. അപ്പൊ കുട്ടിക്ക് എന്താണ് അതിനെക്കുറിച്ച് ഒരു കൺസേണും ഇല്ല, കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല അങ്ങനെ തടി വെക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട്, അമ്മ ഞാൻ അധികം ഒന്നും കഴിക്കുന്നില്ലല്ലോ, അമ്മ അച്ഛനും ജോലിക്ക് പോവാ, കുട്ടീനെ കുറിച്ചിട്ട് ഇവര് നോക്കുന്ന അങ്ങനെ അധികം കെയർ ഒന്നും ആക്കുന്നില്ല, രണ്ടുപേരും ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു, കുട്ടി ഭക്ഷണം അവിടെ ഉണ്ടാക്കി വെക്കുന്നു, കുട്ടി എടുത്ത് കഴിക്കുന്നു. അപ്പൊ കുട്ടി പറയുന്നുണ്ട്, ഞാൻ അമ്മ അധികം ഒന്നും കഴിക്കുന്നില്ല അമ്മ, ഞാൻ കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ. അമ്മയും അച്ഛനായാലും എന്താണ് തിരിച്ചു വരുമ്പോ കുട്ടിക്ക് ഒരു കയ്യിൽ ചോറൊക്കെ കൊടുക്കുന്നുള്ളൂ, അധികം ചോറൊന്നും കൊടുക്കുന്നില്ല, ചോറ് കൊടുക്കുന്നില്ല കുട്ടിക്ക്. എന്താ പറയാ, മധുരമോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടിക്ക് അവോയ്ഡ് ചെയ്തേക്കണം. എന്നിട്ട് കുട്ടിക്ക് തടി കൂടി കൂടി വരിക. അപ്പൊ എന്തായിരിക്കും കാരണം, കുട്ടിക്ക് തടി കൂടാൻ കാരണം? തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെ കൂടും. തൈറോയിഡിസ് പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. തൈറോയിഡിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആ കുട്ടിക്ക് തടി കൂടി കൂടി വന്നത് കേട്ടോ. അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. അതായത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കുട്ടി തൈറോയിഡ് കുട്ടിക്ക് കുറവാണ്, അതായത് ഹൈപ്പർ തൈറോയിഡിസം ആണ് കേട്ടോ. 2 തരത്തിലുള്ള തൈറോയിഡ് ഉണ്ട്, അതായത് ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാല് തൈറോയിഡ് കുറവാകുന്ന അവസ്ഥയാണ്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാല് തൈറോയിഡ് കൂടുന്ന അവസ്ഥയാണ്. അപ്പോ ഈ കുട്ടിക്ക് എന്താണ് തൈറോയിഡ് കുറവാണ്. ചെക്ക് ചെയ്തു, വെറുതെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ പോയപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് എല്ലാ ടെസ്റ്റുകളും എഴുതി കൊടുത്തു. അപ്പോഴാണ് എല്ലാ ടെസ്റ്റുകളും ചെയ്തു കുട്ടിക്ക് കേട്ടോ. ടെസ്റ്റുകൾ ചെയ്തപ്പോഴാണ് പറയുന്നത് കുട്ടിക്ക് തൈറോയിഡിന്റെ കുറവുണ്ട്. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു, കുഞ്ഞിനെ നിങ്ങൾ പിണങ്ങുന്നുണ്ടായിരിക്കും അല്ലെ, കുഞ്ഞിന് പേടിയാണെന്ന് തോന്നുന്നു പറയാനായിട്ട്, പിണങ്ങുന്നുണ്ടാവുന്നല്ലേ. അപ്പൊ പറഞ്ഞു, ആ ഞങ്ങൾ പിണങ്ങാറുണ്ട് ഡോക്ടർ, ഇങ്ങനെ അവൻ അധികം ആഹാരം കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടല്ല, അവന്റെ ശരീരപ്രകൃതി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പോ എന്താ കുറെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ വണ്ണം വെക്കുന്നത്, പക്ഷെ തൈറോയിഡിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറയും. അതുകൂടാതെ വിറ്റാമിൻ D3 അല്ലെ, നമ്മുടെ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വിറ്റാമിൻ ആണ്. കൂടുതലും കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ അധികം പുറത്തോട്ടൊക്കെ പോയി കളിക്കുന്നില്ല അല്ലെ. അതുകൂടാതെ എന്താണ് വീട്ടിൽ തന്നെ എന്താണ് എല്ലാവരും ഒതുങ്ങി കഴിയാണ്, അധികം സൂര്യപ്രകാശം വെക്കുന്നില്ല. രാവിലെ വണ്ടി വരുന്നു, കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, കുട്ടി TV കാണുന്നു, കിടന്നുറങ്ങുന്നു. ഇതാണ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ അധികം സൂര്യപ്രകാശം അതൊന്നും ഏൽക്കുന്നില്ല. വിറ്റാമിൻ D3യുടെ കുറവുണ്ടെങ്കിൽ എന്താണ് നമ്മൾ തടി വെക്കും. നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര വൈറ്റമിൻസ് ഡെഫിഷ്യൻസി ആണെങ്കിൽ എന്താണ്, നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര വൈറ്റമിൻ ഇല്ലെങ്കിൽ നമ്മൾക്ക് തടി വെക്കാം. തൈറോയിഡിന്റെ പ്രശ്നം മാത്രമല്ല കേട്ടോ, വൈറ്റമിന്റെ കുറവ് മൂലവും നമുക്ക് തടി വെക്കും. ഓയിലി ഫുഡ് കഴിച്ചാലും നമുക്ക് തടി വെക്കാവോ? ഓയിലി ഫുഡ് കഴിച്ചാലും നമുക്ക് തടി വെക്കും. ഓക്കെ, ഫാറ്റ് ഉണ്ടാവും, അതായത് ഫാറ്റ് ആണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് കൂടുതൽ നമ്മുടെ വയറിന്റെ ഭാഗത്തായിട്ടാണ്. അതുകൊണ്ടാണ് കൂടുതലും നമുക്ക് ഫാറ്റി ലിവർ വരുന്നത് കേട്ടോ. വയറിന്റെ ഭാഗത്തായിട്ടാണ് ഫാറ്റ് കൂടുതലും. അതായത് നമ്മളിപ്പോ രാത്രിയൊക്കെ കുറെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്താണ് നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ് അല്ലെ, ഉറങ്ങിക്കഴിയുമ്പോ എന്താ ഫാറ്റ് കൂടുതലായിട്ട് അവിടെ അബ്സോർബ് ചെയ്യുക ചെയ്യുന്നേ. അത് പുറത്തേക്ക് നമ്മൾ ബേൺ ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല, കാര്യമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ സ്ത്രീകൾക്ക് തന്നെയാണെങ്കിൽ എന്താണ് കാര്യമായിട്ട് ജോലികളൊന്നും ഉണ്ടാവില്ല. എന്താണ് മെഷീൻസ് ഉണ്ട് അല്ലെ ധാരാളം. ഇപ്പോ അലക്കണ്ട, അല്ലെങ്കിൽ എന്താണ് അരക്കണ്ട, മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ ദേഹമൊന്നും അനങ്ങുന്നില്ല. മുമ്പത്തെ പോലെ എന്താണ്, മുമ്പത്തെ നമ്മൾ അടുക്കളയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഊരല്, പിന്നെന്താണ് അമ്മി, പിന്നെന്താണ് അലക്കുകല്ല്, ഇതൊന്നും എന്താണ് ഇപ്പോഴത്തെ വീടുകളിൽ ഇല്ലേ ഇല്ല. അപ്പൊ എന്താണ് സ്ത്രീകളിലും അത് തന്നെയാണ്, ഇത് തന്നെയാണ്. ഫാറ്റ് ആണ് കൂടുതൽ അബ്സോർബ് ആവുന്നത്. അപ്പൊ ഫാറ്റ് മൂലം എന്തുണ്ടാവും, തടി ഉണ്ടാവും. അപ്പൊ നമ്മള് ഡയറ്റ് ചെയ്താലും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താലും ചില ആളുകൾക്ക് തടി കുറയില്ല. അതെന്താ കാരണം, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? ഡയറ്റ് ചെയ്താലും എക്സസൈസ് ചെയ്താലും ചില ആളുകൾക്ക് തടി കുറയില്ല. എന്തുകൊണ്ടാ? ഒന്നെങ്കിൽ തൈറോയിഡിന്റെ അല്ലെങ്കിൽ വൈറ്റമിൻ D3യുടെ എഫിഷ്യൻസി ഉണ്ട്. ഒന്നില്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് തടി നമുക്ക് കുറയാത്തത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങളുടെ നെയ്ബർ, അതായത് നിങ്ങളുടെ അയൽവാസികളായ കുഞ്ഞുങ്ങളിലാണെങ്കിലും ഒന്നൊക്കെ എന്താണ് ശ്രദ്ധിക്കുമെന്ന്, എങ്ങനെയാണ് അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അല്ലെങ്കിൽ അവരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് ആ കുഞ്ഞിനുള്ളത്. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താ പറയാ ഓവർ വെയിറ്റ് ആണെങ്കിൽ ഒബിസിറ്റി ആണെങ്കിലൊക്കെ എന്താണ് അവരുടെ പാരന്റ്സിനെ ഒന്ന് അറിയിക്കുക, അതായത് കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഈ ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ ഒന്ന് നടത്തി കഴിഞ്ഞാല് കുഞ്ഞിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സമാധാനമാണ്. കാരണം എന്താ, കുഞ്ഞിന് പ്രോപ്പർ ആയിട്ട് ഡയറ്റും എക്സസൈസും കൊടുത്താൽ തന്നെ കുഞ്ഞിന്റെ
ആ ഒരു ഇത് മാറിക്കിട്ടും. ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്ത് വരും. പെട്ടെന്ന് തന്നെ വരണം എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് നാൾ എടുക്കും അത് കേട്ടോ. അപ്പൊ തൈറോയിഡ് ഒക്കെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ഡെയിലി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോയാൽ ആ കുട്ടിയെ നമുക്ക് സാധാരണ ഒരു നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടിയുടെ ഹൈറ്റ്, വെയിറ്റ് ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടുള്ളതാണോ കുട്ടിക്ക് വെയിറ്റ് വന്നിരിക്കുന്നതെന്ന് അതുപോലെ എന്താ മോളെ? വെയിറ്റ് കൂടുതലുള്ളത് പോലെ തന്നെ കുറവുള്ളതും, ചില കുട്ടികൾ മെലിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും മെലിഞ്ഞാവും. അപ്പൊ പാരന്റ്സ് പറയും കഴിക്കാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്, അത് ശരിയാണ്. ഞാനത് വിട്ടുപോയി പറയാനായിട്ട്. ചില കുഞ്ഞുങ്ങൾ മെലിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലെ, അവർക്കും എന്താണ് ചിലപ്പോ അനീമിക് പ്രോബ്ലം ഉണ്ടാവും. അനീമിയ നിങ്ങൾ കേട്ടിട്ടില്ലേ? വിളർച്ച എന്ന് കേട്ടിട്ടില്ലേ? പിരിമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ കുറവ് മൂലം എന്താണ് കുട്ടികളിൽ ഇത് വരാം. കുറെ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ ശരീരം കണ്ടാൽ പറയില്ല, ഒരു കുറെ കഴിക്കുന്നതാണെന്ന് പറയില്ല, ഒട്ടും കഴിക്കാത്ത പിള്ളേരാണെന്നേ പറയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പിള്ളേര് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഇത് വരുന്നുണ്ടോ കുഞ്ഞുങ്ങൾ അനീമിക് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഈ അമിതമായിട്ടുള്ള ഒബസിറ്റി ആണ് കേട്ടോ. അമിതമായിട്ടുള്ള വണ്ണം തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഇപ്പം അങ്കണവാടികളിൽ 6 വയസ്സ് വരെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതി എല്ലാ മാസവും കൊടുക്കലൊക്കെ ഉണ്ട് ഈ ഒബിസിറ്റി ഉള്ളത്. പക്ഷെ പേരൻസ് അതിന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നിങ്ങൾ ഇത്തിരി കുറച്ചിട്ടേച്ചാൽ മതി, ഞങ്ങൾക്ക് അവര് ഡോക്ടർ പറഞ്ഞിടത്തേക്ക് കൊണ്ടുനടക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞും ഒക്കെ കുറെ പേര് ഒഴിവാവുള്ളൂ. അതാണ് ഞാനവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ അങ്ങനെ 2-3 പിള്ളേരുണ്ടായിരുന്നു. ഓവർ വെയിറ്റ് ആയതുകൊണ്ടായി, അല്ലാതെ മറ്റേ ഇതായിട്ടുള്ളതും ഉണ്ട്, വെയിറ്റ് കുറവുള്ളതും. പക്ഷെ അവര് പറയും ഞങ്ങൾക്ക് കൊണ്ടുനടക്കാൻ വയ്യ, ടീച്ചർ ഇത്തിരി കൂട്ടിയിട്ട് ഇതാക്കി കൊടുത്താൽ മതിന്ന്. എല്ലാ ടീച്ചർമാർക്കും പറ്റണ പ്രശ്നം അതാണ്. പേരൻസിനെ കൊണ്ടുനടക്കാൻ വയ്യ. അപ്പോ അവര് പറയുന്ന വാക്കതാ. അവര് പറയും ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഡോക്ടർ വന്നിട്ടുണ്ട്, ഇന്ന സമയത്തിന് അവിടെ കൊണ്ടുപോയല്ലോ എന്നൊക്കെ പറയുമ്പോ പേരൻസിന് അവർക്ക് ലീവ് എടുക്കണം, അങ്ങനെ ചെയ്തിട്ടൊക്കെ വേണമല്ലോ കുട്ടികളെ കൊണ്ട് പോകാൻ. അതുകൊണ്ടിട്ട് പറയണതാണ് അവരും. ആക്ടിവിറ്റി പറഞ്ഞില്ലേ, അത് ബോയ്സും ഗേൾസും സെപ്പറേറ്റ് എഴുതണ്ടേ? ബോയ്സും ഗേൾസും സെപ്പറേറ്റ് എഴുതിക്കോളൂ കേട്ടോ. അങ്ങനെ എഴുതിക്കോ, ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് എഴുതിക്കോളൂ കേട്ടോ. വെയിറ്റ് കേട്ടോ. ഓക്കെ, പിന്നെ റെസ്പിറേറ്ററി റേറ്റ് നോക്കുക അല്ലെ. റെസ്പിറേറ്ററി റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ, കുട്ടിയുടെ ചെസ്റ്റ് അതുപോലെ അബ്ഡോമിനൽ വയറിന്റെ ഭാഗത്തുള്ള ആ ഒരു ഇതൊക്കെ നോക്കാറുണ്ട്. പിന്നെ നെക്ക്, ഐസ്, ഇയേഴ്സ്, നോസ്, ത്രോട്ട്, ടീത്ത്, ഹെയർ, സ്കിന്ന്, നെയില്, വിഷൻ, ഹിയറിംഗ്. പിന്നെ മെന്റൽ ഇംപാർഷ്യാലിറ്റി, മൂവ്മെന്റ് ഫ്രം ലിംസ്, യൂറിൻ ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഹെൽത്ത് ചെക്കപ്പില് വരാറുണ്ട് കേട്ടോ. കൂടാതെ കാഴ്ചക്കുറവുള്ള കുട്ടികള്, പിന്നെ പല്ലിന്റെ കംപ്ലൈന്റ് ഉള്ള കുട്ടികള്, അങ്ങനെയൊക്കെ എന്താണ് അതൊക്കെ എന്താണ് ഈ ഹെൽത്ത് ചെക്കപ്പിലൂടെ നമ്മൾക്ക് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരാൾ പറഞ്ഞു ഗ്ലാസ് വെക്കുന്നുണ്ട്, ആ കുട്ടി ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ഇപ്പോഴും ഗ്ലാസ് വെക്കുന്നുണ്ട്, ചെറുതിലെ തന്നെ ഡയഗ്നോസ് ചെയ്താണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഹെൽത്ത് ചെക്കപ്പുകളിലൂടെ നേരത്തെ തന്നെ നമുക്ക് ഇപ്പൊ കാഴ്ചക്കുറവ് പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ദന്തക്ഷയം പോലുള്ള പല്ലിന്റെ കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോ ആരോഗ്യ പരിശോധന, ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് മാതാപിതാക്കള്, പാരന്റ്സ്, അതുപോലെ തന്നെ സ്കൂളിന്റെയൊക്കെ എന്താണ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുമക്കളുടെ ആയാലും എന്തെങ്കിലും ഒരു സിംറ്റംസോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ എന്ത് ചെയ്യുക, പാരന്റ്സിന് വിവരം അറിയിക്കുക, കുട്ടിയെ ചെക്കപ്പിന് വിധേയനാക്കാനായിട്ട് പറയാം. ഓക്കെ, ഇനി ഡയഗ്നോസ് ചെയ്തതോ അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താണ് ട്രീറ്റ്മെന്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി ഇത് കൂടാതെ മുതിർന്നവരിലും നമുക്ക് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികൾക്ക് നമ്മൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്താണ് നമ്മൾക്ക് എന്ത് വേണം മുബീന?
നമ്മൾക്ക് എന്ത് വേണം? കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് അത് ഇതിനെ കുറിച്ചൊരു അവയർനെസ് വേണം. അവയർനെസ് വേണം. നമ്മൾക്കും വേണ്ടേ ആരോഗ്യം? വേണം. വേണ്ടേ? നമുക്കും വേണം. നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ സാധാരണ മുതിർന്നവരിലാണെങ്കിലും എന്താണ്, ഏതെങ്കിലും ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഹെൽത്ത് ചെക്കപ്പുകൾ സാധാരണയായിട്ട് നമ്മുടെ ബോഡി എല്ലാത്തിനും ചെയ്യും. എന്നാലും പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ ഹാർട്ട്, നമ്മുടെ കിഡ്നി, നമ്മുടെ ലിവർ, നമ്മുടെ ലങ്സ് എന്നിവ ഉൾപ്പെടെ ശരീരത്തിന്റെ എല്ലാ തരത്തിലുള്ള ഡയഗ്നോസിസിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുന്നുണ്ട്. വർഷത്തിൽ നമ്മൾ ഒരു തവണയെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് മസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കണം. ഓക്കെ, വർഷത്തില് ഒരു തവണ. എത്ര രൂപയാകും കൂടി വന്നാൽ? അധികം പൈസ ഒന്നും ആവില്ലല്ലോ. ഒരു തവണയെങ്കിലും എന്തോരം ക്യാഷ് നമ്മൾ ചെലവാക്കുന്നുണ്ടല്ലോ വേറെ. അപ്പൊ നമ്മുടെ ഹെൽത്തിന് വേണ്ടി അല്ലെ, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ല പറയാ അല്ലെ. നമ്മുടെ ശരീരമാണ് എന്ത്, നമ്മുടെ ധനം എന്ന് പറയുന്നത്. അത് നമ്മള് കാത്തു സൂക്ഷിക്കണം അല്ലെ. ഒരു മനുഷ്യായുസ്സിൽ എന്ന് പറഞ്ഞാല് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ദൈവം ഇവിടെ അനുവദിച്ചിട്ടുള്ളൂ അല്ലെ. ഒരു 60-70 വയസ്സ് അല്ലെ, അത്രയും ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകും. ആ മനുഷ്യായുസ്സില് നമ്മൾക്ക് ചെയ്യേണ്ട ചില ഡ്യൂട്ടീസ് ഉണ്ട്. ആ ദൈവം നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. അപ്പോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആദ്യം എന്താ വേണ്ടത്? നമുക്ക് ആദ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആരോഗ്യം നമുക്ക് വേണം അല്ലെ. ആരോഗ്യം വേണം. നമ്മൾ ശരിയാണ്, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഫാമിലിയാണ്, നമ്മൾ സ്ത്രീകളാണ്, ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാണ്. അവരുടെ കാര്യം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാര്യം നോക്കുന്നത്. പക്ഷെ നമ്മുടെ കാര്യത്തിന് എന്ത് ചെയ്യണം? പ്രിഫറൻസ് നമ്മൾ ആദ്യം കൊടുക്കണം. കുറച്ച് കാലമൊക്കെ കഴിയുമ്പോ നമ്മളോട് അവർ ചോദിക്കും, എന്താ പറയാ, ഒരു ഇതില് നവ്യ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂല്, എന്തോ നിങ്ങൾ കേട്ടായിരുന്നു? അത് ആരെങ്കിലും ഒരാള് കേട്ടിരുന്നോ? നവ്യ നായരുടെ ഒരു കോട്ട് ഉണ്ടായിരുന്നു. എന്താ നവ്യ നായർ പറഞ്ഞെന്ന്? നാളേക്ക് അവര് നമ്മൾക്ക് തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ ചെയ്യരുതെന്ന്, ആരെങ്കിലും പറഞ്ഞോ, അങ്ങനെ ചോദിക്കും. അവര് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവര് പറഞ്ഞത് അല്ലെ. ആ ഒരു കോട്ട് പറഞ്ഞതിന് ശേഷം എത്ര സ്ത്രീകൾ ചിന്തിച്ചിട്ടുണ്ടാവാന്? ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ ആരും അങ്ങനെ പറഞ്ഞു. അവര് പറഞ്ഞത് പക്ഷെ ഒരു നല്ല ആക്ട്രസ് ആണ് അവർ. അത് കൂടാതെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു നടിയാണ് അവര്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നല്ലോണം എന്താ നൃത്തം അറിയാം. അതുകൂടാതെ ധാരാളം എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട് ലൈഫിനെ കുറിച്ച്. അവര് പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് കോട്ട് ചെയ്തു. കാരണം എന്താ, നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയമില്ല. കുറച്ചു കഴിഞ്ഞ് എന്താണ്, ഇപ്പൊ ഹസ്ബൻഡ് ആയാലും എന്താ, മകനായാലും മകളായാലും നമ്മളോട് തിരിച്ചു ചോദിക്കും, അമ്മ എന്തിനാ എനിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ പറഞ്ഞു അമ്മനോട് അങ്ങനെ ചെയ്യണമായിരുന്നെന്ന്. അമ്മക്ക് അമ്മയുടെ എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ? ഇപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യായിരുന്നില്ലേ? ഞങ്ങള് പറഞ്ഞോ? അല്ലെങ്കിൽ ഹസ്ബൻഡ് ചോദിക്കും, ഞാൻ പറഞ്ഞോ എന്നോട് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാനായിട്ട്, നിന്റെ ഇത് മാറ്റി വെക്കാനായിട്ട് ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കും. ശരിയാണ്, അവര് ചോദിക്കും. ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിയുമ്പോ, അവരൊന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോഴായിരിക്കും നമ്മളോട് അവര് ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ നമുക്കൊരു കുറ്റബോധം തോന്നും, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കാലത്ത് ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതെനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി ആ കാലം എനിക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് വലിയവരൊക്കെ പറയുന്നത് ടൈം ഈസ് പ്രഷ്യസ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ പോകുന്ന ഓരോ സമയവും എന്താണ്, നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മുടെ ആ വിലപ്പെട്ട സമയത്തില് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സൊസൈറ്റിക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് സൂക്ഷിക്കണം. എന്തെങ്കിലും ഒരു രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യും? നമ്മളെ കുറ്റപ്പെടുത്തുള്ളൂ. നീ ഇങ്ങനെ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ നീ ഇന്ന പോലെ ചെയ്യാഞ്ഞിട്ടല്ലേ ഇപ്പൊ ഈ ഒരു രോഗം വന്നത്. അങ്ങനെയൊക്കെ എന്താണ്, നമ്മൾക്ക് ഇങ്ങോട്ട് തിരിച്ചു ചോദ്യങ്ങളുണ്ട്. എപ്പോഴും കേൾക്കാറുണ്ടല്ലോ ഇതൊക്കെയാ. അതാണ് നമ്മളുടേതായിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു മദർ എന്ന നിലയില് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ അതിന്റെ ഇടയില് കുറച്ച് സമയം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് നോക്കണം. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു 4 കോർണറിനുള്ളില് എന്താണ് ഒതുങ്ങിക്കൂടാനുള്ളതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ്. നമ്മളെ സൃഷ്ടിച്ച ഒരാൾക്ക് എന്താണ് ഒരു ഉത്തമ ബോധ്യമുണ്ട്, നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ
വന്നതെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഓക്കെ, ഞാനും ഇങ്ങനെ എന്താ പറയാ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. ഞാനും എന്താ പറയാ ആദ്യമേ തന്നെ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു 4 ചുമരിനുള്ളിൽ ഒതുങ്ങി പോകേണ്ട ഒരാളാണെന്ന് കരുതി ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അതല്ല എന്ന് നമുക്ക് തന്നെയാണ്, നമ്മൾ തന്നെയാണ് അത് തിരിച്ചറിയേണ്ടത് കേട്ടോ. ഓരോരുത്തരും അവരുടെ കഴിവ് കണ്ടെത്തിയിട്ട് എന്താ പറയാ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ശ്രമിക്കില്ലേ ഇനി കേട്ടോ? ഓക്കെ, അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഓൾറെഡി ആയോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ? കുറെ കാര്യങ്ങൾ ചിന്തിക്കണം, ചിന്തിക്കാനുള്ള ഇത് വരല്ല. ആ, കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു. വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ബോഡി ചെക്കപ്പ് നടത്തണം എന്ന് പറഞ്ഞു. അതുകൂടാതെ 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിർബന്ധമായിട്ട് ഡോക്ടർ നമുക്ക് നിർദ്ദേശിക്കും വർഷത്തിൽ ഒരു തവണയെങ്കിലും എന്ത് ചെയ്യാൻ, ബോഡി ചെക്കപ്പ് നടത്താൻ കേട്ടോ. സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്തിരിക്കണം. ഓക്കെ, 30 വയസ്സ് കഴിഞ്ഞവരാരെങ്കിലും ഒക്കെ ഉണ്ട് ഇതിനകത്ത്? 35 അല്ലേ? ഓക്കെ, അപ്പൊ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 30 ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, എക്സസൈസ്, കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ, അധികമൊന്നും അല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ട് സാധിക്കണം. ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളൊക്കെ എന്താണ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയുന്നത് ഹൃദ്രോഗമുണ്ട്, ആസ്മയുണ്ട്, പ്രമേഹമുണ്ട്. അതായത് കൂടുതലായിട്ട് ഇത് പറയുന്നില്ല കേട്ടോ, ഇതിനകത്ത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജീവിതശൈലി രോഗം, അതായത് ഇപ്പൊ കണ്ടുവരുന്ന കൂടുതലായിട്ടുള്ള രോഗം എന്ന് പറയുന്നത് പ്രമേഹം, ഡയബറ്റീസ് ഉണ്ട്, പിന്നെ ആസ്മ, അതുപോലെ തന്നെ ചിലവരിൽ മൈഗ്രെയിൻ ഒക്കെ ഉണ്ട്, പിന്നെ ചിലവരിൽ ഡിപ്രഷൻ. അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഉണ്ടാവാം. എന്നാലും കൂടുതലായിട്ടും വലിയ വലിയ ആളുകളിലാണ് തന്നെ VIPസിനൊക്കെ കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ സിനിമ ആക്ടറുകളും പിന്നെ ആക്ടേഴ്സ് ഒക്കെ ഡിപ്രഷൻ അടിച്ച് സൂയിസൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ന്യൂസിലൊക്കെ കേൾക്കാറില്ലേ? കേൾക്കാറുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു നമുക്ക് ഹെൽത്ത് ചെക്കപ്പിലൂടെ എന്താണ് മുൻകൂട്ടി നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയാ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിലൂടെ, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്നല്ല പറയുന്നത്, ഭക്ഷണത്തിലെ മായം, ഇപ്പൊ ക്യാൻസർ ഒക്കെ വരുന്നത് കേട്ടോ. ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ മായങ്ങളൊക്കെ ചേർത്താലോ അല്ലെങ്കിൽ എന്താണ് മലിനീകരണം ഒക്കെ, ഇപ്പോ എന്താ പറയാ കൂടുതൽ നമ്മള് പ്ലാസ്റ്റിക് മറ്റും കത്തിക്കുന്നു, അത് ക്യാൻസറിന് ഇടയാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഹരിത കർമ്മസേനയെ ഗവൺമെന്റ് അല്ലെ അവരെ ഇറക്കിയിരിക്കുന്നത് അല്ലെ, പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. നിങ്ങളുടെ വീടുകളിൽ വരുന്നില്ലേ അവരെ കളക്ട് ചെയ്യാനായിട്ട്? കത്തിക്കാറുണ്ടോ? പ്ലാസ്റ്റിക് കത്തിക്കാറുണ്ടോ? എന്താ? അതിനൊപ്പം തന്നെ നമ്മൾ യൂസർ ഫീം കൊടുക്കുന്നുണ്ടല്ലോ. കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ എന്താ ഈ നമ്മുടെ ഹെൽത്ത് ഈ ഒരു ചെക്കപ്പിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ ബ്ലഡ് ആൻഡ് യൂറിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ. എന്താ ലിപ്പിഡ് പ്രൊഫൈല്? ലിപ്പിഡ് പ്രൊഫൈൽ എന്താ? ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്തിനാ? ആർക്കും അറിയില്ലേ ലിപ്പിഡ് പ്രൊഫൈല്? കൊളസ്ട്രോൾ നോക്കുന്നതാണോ? കൊളസ്ട്രോൾ ആണ് കേട്ടോ. കൊളസ്ട്രോൾ നോക്കുന്ന, പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്റേ, ECG, പിന്നെ എക്കോ, കാർഡിയോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ വിറ്റാമിൻ ടെസ്റ്റിംഗ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വിറ്റാമിൻ D3 ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മള് വിറ്റാമിൻ ടെസ്റ്റിംഗ് നടത്തും. അതുപോലെ തന്നെ അബ്ഡോമിനൽ എക്സാമിനേഷൻ, അതായത് നമ്മൾ സ്കാൻ ചെയ്യും അല്ലെ. ഇപ്പോ അബ്ഡോമൻ, വയറിന്റെ ഭാഗത്തുള്ള സ്കാൻ ആണെങ്കിൽ ഡോക്ടർ എന്താണ് അബ്ഡോമൻ സ്കാൻ നിർദ്ദേശിക്കും. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ യൂട്രസിന്റെ ഭാഗത്തുള്ളതൊക്കെ ആണെങ്കിൽ പെൽവിസ്, ആ ഒരു സ്കാൻ ഡോക്ടർ തരാറുണ്ട്, നമുക്ക് കുറിച്ച് തരാറുണ്ട്. അതുകൂടാതെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നടത്തും, TSH, T3, T4 അങ്ങനെ ഡോക്ടർ തരാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് എന്താ നോക്കുക, യൂറിക് ആസിഡിന്റെ ഇത് നോക്കും, പിന്നെ യൂറിയയുടെ അളവ് നോക്കും, ക്രിയാറ്റിന്റെ അളവ് നോക്കാറുണ്ട് കേട്ടോ.
ഇനി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്നതാണ് SGPT, SGOT, ബിലിറൂബിൻ കേട്ടോ. ഈ 3 ടെസ്റ്റുകളാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്നത് കേട്ടോ. SGPT വരുന്നുണ്ട്, SGOT വരുന്നുണ്ട്, ബിലിറൂബിൻ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ. ലിവറിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഫാറ്റി ലിവർ ഒക്കെ ഉള്ള ആളാണെങ്കിൽ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റുകള് ഡോക്ടർ പ്രിഫർ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ പൾമോണർ, അതായത് ലങ്സിന്റെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ലങ്സ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട്. പിന്നെ ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗിൽ നടത്താറുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ ഫുഡിന് ശേഷം ഷുഗർ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് നടത്താറുണ്ട്. പിന്നെ കാൽസ്യത്തിന്റെ ടെസ്റ്റ് നടത്താറുണ്ട് കേട്ടോ. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് കൈകാലുകളൊക്കെ എന്താണ് ഭയങ്കര വേദനയും മരവിപ്പൊക്കെ ആയിരിക്കും. സ്ത്രീകളിലൊക്കെ അത് കണ്ടുവരാറുണ്ട് കാൽസ്യം ഡെഫിഷ്യൻസി. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ടോട്ടൽ ബോഡി ഫാറ്റ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹെൽത്ത് ചെക്കപ്പില് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഹെൽത്ത് ചെക്കപ്പ് ക്ലിയർ ആണ് മാം. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? നമുക്ക് ഇന്ന് ഈ ഒരു പാരാഗ്രാഫ് മാത്രം എടുക്കുന്നുള്ളൂ. അതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. കഴിഞ്ഞു ഇത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോൾ പ്ലേയും പിന്നെ ആക്ഷൻ സോങ് ആണോ പറഞ്ഞിരുന്നേ? അതെ മാം. ആരാ ആക്ഷൻ സോങ്? ആരിഫായിരുന്നു ആക്ഷൻ സോങ് പറഞ്ഞിരുന്ന. ആരായിരുന്നു? ഞാനല്ല മാം. അല്ലല്ലേ? നിങ്ങൾ എന്തിനാ റെഡി ആയേക്കണേ ഇപ്പോ? റോൾ പ്ലേ ആണോ ആരിഫ? റോൾ പ്ലേ ഇന്നലെ ഞാൻ പറയാന്ന് പറഞ്ഞു, പക്ഷെ ഇന്നലെ ടൈം കിട്ടിയില്ല. ഒന്ന് ചെയ്യാമോ എന്നാ? യെസ് മാം. എങ്ങനെയാ ചെയ്യുന്നത്? വീഡിയോ ഓൺ ആക്കിയിട്ടാണോ ചെയ്യുന്നത് നമ്മള്? ഇപ്പൊ ഓണാക്കാൻ പറ്റില്ല, അല്ലാണ്ട് ചെയ്യാം. വോയിസ് ശരി ശരി, ഓക്കെ, ചെയ്തോളൂ. Role play. Characters: a woman, she and her friend. A man in village. He is a complete drinking alcohol. He loved a woman. She does not know this. She loved him very much. Due to problems at home, she left her family and came down with him and got married, and so the days are passed. One day he came home, drank and beat her a bit. The days were getting longer. One day she meet her friend. She tells her everything. She: hi dear, how are you? Friend: I am fine. What about you? She: I'm not fine. And she is crying. Friend: what happened? Is there any problems? She: yes, my husband is drinking person. And she tells everything. Friend: and is he still the same condition? She: no. He had an accident and his leg went limp. So he stopped everything and started loving me and child. Like before, I'm happy but also sad. Friend: everything will be fine and let's have a happy life. God bless you, dear. The friend said goodbye to her and left. Message was the say no to alcohol. Alcohol damage happy life. Ma'am. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരായിരുന്നു? വേറെ ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ മറന്നു. ആക്ഷൻ സോങ് ദീപ്തിയാണോ? അല്ല, റോൾ പ്ലേ. റോൾ പ്ലേ അല്ലേ? ഓക്കെ ഓക്കെ, ചെയ്തോളൂ. Okay. At the dentist office, communication at the dentist office. Characters: doctor, receptionist, then patient Ammu, her mother Hardi. Then receptionist: hello, this is Siti MK. How can I help you? Then patient mother: hello, my name is Hardi. I had like to make an appointment with the dentist because my doctor has a tooth. Receptionist: when did the symptoms start? Hardi: just today. Receptionist: okay, could I have your doctor's name, please? Hardi: her name is Ammu. Receptionist: we work until 8 p.m. in the evening. Can you come today or another time? Mother: we will come tomorrow. Is 9 tomorrow? Okay. Receptionist: let me check. We have another patient this time. Can you come at 10 a.m.? Mother: okay, thank you. Okay, ma'am.
See you. The mother. Good morning. My name is Aradi. This is my Dr. Amu. We have made an appointment to meet the dentist at 10 a.m. today. Receptionist. Yes. Good morning, ma'am. Welcome. I will take you to the dentist, Mr. John, right now. Receptionist. Excuse me, sir. Doctor. How do you feel with your teeth? Mother. My doctor has two tooth. Could you have a checkup? Doctor. Okay. Amu, come to this bed and open your mouth. I will have a checkup. Under the right. Amu. Yes, doctor. Doctor. There is a cavity in your teeth. Mother. So how to treat now, sir? Doctor. Yours doctor teeth have cavity. So I need to take a drill with it. No problem. I will give you some kinds of drugs and medicine. So your dentist feel the drill going in. Mother. What to do next? Doctor, remember that you need to brush your teeth at least twice per day and eat less sweet. Don't drink cold water and no eat ice cream. Ammu, okay, I won't. Doctor, okay. Mother, thank you. Kaima. കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ് ദീപ്തി. അപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. എല്ലാരും നല്ല കുട്ടികളായിട്ട് എല്ലാരും പറഞ്ഞതുപോലെ അനുസരിച്ച് അപ്പൊ ആക്ടിവിറ്റി ചെയ്യാം. ഒന്നാമത് എന്താ പറഞ്ഞത് ഞാൻ, വെയിറ്റ് അനുസരിച്ച് അല്ലെ കുട്ടികളുടെ, അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം 15 വയസ്സ് വരെയുള്ള അവരുടെ വെയിറ്റ് ഒന്ന് കൊണ്ടുവരാം, അതൊന്ന് എഴുതി കൊണ്ടുവരാം. അതുപോലെ തന്നെ വേറൊരു ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ നോട്ട് വേണം കേട്ടോ. ഓക്കെ, ഈ സ്ലൈഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഞാനിപ്പോ കുറച്ച് കാര്യങ്ങള് നിങ്ങളോട് പറഞ്ഞില്ലേ എടുത്തി കേട്ടോ. നിങ്ങൾക്കും കൂടി കിട്ടാനുള്ള പോയിന്റ്സ് അത് എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. പ്രശ്നമില്ലല്ലോ, അധികം പ്രോബ്ലം ഇല്ലല്ലോ, എളുപ്പമല്ലേ? ഇല്ല മാം. ഓക്കെ, പറയാമോ? ഒന്നുകൂടി പറയണോ? ആ, അതായത് ഞാൻ ആദ്യത്തെ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടി ജനിച്ച് അതായത് കുട്ടിയുടെ ജനനശേഷം ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടിയുടെ വെയിറ്റ് കേട്ടോ, നോർമൽ ആയിട്ടുള്ള വെയിറ്റ് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊണ്ടുവരാം. അതുകൂടാതെ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അതുപോലെ തന്നെ പുറത്തുനിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സ് കിട്ടുന്നുവോ അതൊക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. എല്ലാവരും റെഡി അല്ലേ ചെയ്യാനായിട്ട്? പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ ആർക്കും? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് വീക്കേ കാണുള്ളൂ, അടുത്ത വ്യാഴാഴ്ച കേട്ടോ, നെക്സ്റ്റ് തേഴ്സ്ഡേ. ഓക്കെ, ബൈ. Okay, ma'am. Thank you. Good night. thank you, ma'am. Thank you, ma'am.